ഹായ് ഓൾ, വെൽക്കം ടു ബിടെക് MEDC. ഇന്ന് നമ്മൾ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിങ്ങിൽ മോഡ്യൂൾ 5 ക്വാണ്ടൈസേഷൻ എറർ ഉണ്ടല്ലോ, അതിൽ ഒരു പ്രോബ്ലം ആണ് സോൾവ് ചെയ്യുന്നത്. കുറേ എക്സാംസിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഈ ടൈപ്പ് പ്രോബ്ലം സ്ഥിരം എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ഒന്നെങ്കിൽ ഇതുപോലത്തുള്ള ഡിഫറൻസ് ഇക്വേഷൻസ് തരും. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ദ ഇൻപുട്ട് ഓഫ് എ സിസ്റ്റം y of n equals 0.999 yn-1 plus x of n is supplied to an ADC. What is the power produced by the quantization noise at the output of the filter if the input is quantized to first condition 8 bits, second 16 bits? ഓക്കെ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോയിസ് പവറിനകത്ത് വരുന്ന ഒരു പ്രോബ്ലം ആണ്. നോയിസ് പവർ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് സ്ഥിരം ഈ ക്വാണ്ടൈസേഷൻ എറർ എന്ന് ചോദിക്കാറുള്ളതാണ്. ഒന്നെങ്കിൽ ഇതുപോലത്തുള്ള ഡിഫറൻസ് ഇക്വേഷൻ തരും. ദാറ്റ് ഈസ് y of n ഈക്വൽ ടു ഈ ഗിവൺ തന്നിരിക്കുന്നത് 0.999 yn-1 പ്ലസ് എക്സ് ഓഫ് n ആണ്. ഇതൊരു ഡിഫറൻസ് ഇക്വേഷൻ ആണ് ഇരിക്കുന്നത്. ചില പ്രോബ്ലത്തിനകത്ത് നമുക്ക് സിസ്റ്റം ഫംഗ്ഷൻ h of z വരും. ഓക്കെ, ഇപ്പൊ ഇതിന്റെ കേസിൽ ഡിഫറൻസ് ഇക്വേഷൻ ആയിരിക്കുന്നത്. അപ്പൊ അതിന്റെ നോയിസ് പവർ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. പവർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ക്വാണ്ടൈസേഷൻ നോയിസ് പവർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോബ്ലം ആണ്. രണ്ട് കണ്ടീഷൻ 8 ബിറ്റ് ആവുന്ന കേസും അതുപോലെ 16 ബിറ്റ് ആവുന്ന കേസിലും ഉള്ള നോയിസ് പവർ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. ഔട്ട്പുട്ട് നോയിസ് പവറിന്റെ, അത് ഇമ്പോർട്ടന്റ് ആണ്. ഔട്ട്പുട്ട് നോയിസ് പവർ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സിഗ്മ E0 മീൻസ് ഔട്ട്പുട്ട് സ്ക്വയർ ഈക്വൽ ടു സിഗ്മ E സ്ക്വയർ സമ്മേഷൻ n ഈക്വൽസ് -∞ to ∞ hn സ്ക്വയർ ആണ്. ഇതാണ് ഇതിന്റെ ഇക്വേഷൻ വരുന്നത്. അതിൽ ഈ സിഗ്മ E സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ സിഗ്മ E സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 2⁻²b/12 എന്ന് വരും. അത് റൗണ്ട് ഓഫിന്റെ കേസിലാണെങ്കിലും ട്രങ്കേഷന്റെ കേസ് ആണെങ്കിലും സിഗ്മ E സ്ക്വയർ, ഇതിന്റെ കേസിൽ സിഗ്മ E സ്ക്വയറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2⁻²b/12 ആണ്. ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞിരിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഔട്ട്പുട്ട് നോയിസ് പവറിന്റെ ഇക്വേഷൻ, അതുപോലെ സിഗ്മ E സ്ക്വയറിന്റെ വാല്യൂ 2⁻²b/12. അതിനകത്ത് ഈ ബി ആണ് ഇതിന്റെ കേസിൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഫോർ 8 ബിറ്റ്സ് അതുപോലെ 16 ബിറ്റ്സ്. ഈ ബിയുടെ വാല്യൂ ആണ് നമുക്ക് 8 ബിറ്റിൻ്റെതും 16 ബിറ്റിൻ്റെതും ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അതുപോലെ ഇതിനകത്ത് ഈ hn സ്ക്വയർ ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ തന്നിരിക്കുന്നത് നമുക്ക് എന്താണ്, ഡിഫറൻസ് ഇക്വേഷനാണ് തന്നിരിക്കുന്നത്. ചില കേസ് ഞാൻ പറഞ്ഞു എന്ത് തരും, സിസ്റ്റം ഫംഗ്ഷൻ തരും, hz തരും. അപ്പൊ ഇവിടെ hn എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ hzന്റെ ഇൻവേഴ്സ് ആണ്, ഇമ്പൾസ് റെസ്പോൺസ് ആണ്. നമുക്ക് ഓൾറെഡി അറിയാം സിസ്റ്റം ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് ആണ് hn എന്ന് പറയുന്നത്. അപ്പൊ ഈ പർട്ടിക്കുലർ പ്രോബ്ലത്തിനകത്ത് എന്താ തന്നിരിക്കുന്നത്, ഇവിടെ ഡിഫറൻസ് ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ കറസ്പോണ്ടിങ് h of z ഫൈൻഡ് ഔട്ട് ചെയ്യണം. നമുക്കറിയാം z ട്രാൻസ്ഫോം എടുക്കുമ്പോഴത്തേക്ക് എന്ത് കിട്ടും, വി വിൽ ഗെറ്റ് h of z. എന്നിട്ട് അതിനകത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ ഇൻവേഴ്സ് z എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും, h of n കിട്ടും. ആ h of n വാല്യൂ ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ബാക്കി ഇവിടെ നമ്മൾ പ്രൈമായിട്ട് കണ്ടുപിടിക്കുന്നത് hn വാല്യൂ ആണ്. ഓക്കെ, അപ്പം എക്സാമിന് രണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ ഇതുപോലെ y of n ഡിഫറൻസ് ഇക്വേഷൻ ആയിട്ട് തരാം, അല്ലെങ്കിൽ ഡയറക്റ്റ് hz തരാം. രണ്ടാണെങ്കിൽ നമുക്ക് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം, ഈ hn ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, നമ്മളതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് ഞാൻ ഈ തന്നിരിക്കുന്ന ഡിഫറൻസ് ഇക്വേഷൻ എഴുതുകയാണ്. ദാറ്റ് ഈസ് y of n ഈക്വൽസ് 0.999 yn-1 പ്ലസ് എക്സ് ഓഫ് n. ഡിഫറൻസ് ഇക്വേഷൻ നമുക്കിവിടെ എന്താ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്, h of z ഫൈൻഡ് ഔട്ട് ചെയ്യണം. എന്നിട്ട് അതിൽ നിന്ന് h of n ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, h of z ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം, z ട്രാൻസ്ഫോം ഓൺ ബോത്ത് സൈഡ്സ്, ടേക്കിംഗ് z ട്രാൻസ്ഫോം ഓൺ ബോത്ത് സൈഡ്സ്. y of n ൻ്റെത് ക്യാപിറ്റൽ Y of z ഈക്വൽ ടു കോൺസ്റ്റന്റ് അത് തന്നെ 0.999 yn-1 ൻ്റെത് z raised to -1 y of z പ്ലസ് എക്സ് ഓഫ് n ൻ്റെത് ക്യാപിറ്റൽ X of z.
ഓക്കെ, ഇനി വൈ ഓഫ് ഇസഡ് കമ്പൈൻ ചെയ്യുക. ദാറ്റ് ഈസ് ഈ വൈ ഓഫ് ഇസഡ് ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ കോമൺ എടുക്കുകയാണ്. സോ വൈ ഓഫ് ഇസഡ് ഈക്വൽ ടു ഇതിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 വരും. ഇത് ലെഫ്റ്റ് സൈഡിൽ എടുക്കുമ്പോഴത്തേക്ക് -0.999 ഇസഡ് ഇൻവേഴ്സ് വരും. അതിൻ്റെ വൈ ഓഫ് ഇസഡ് നമ്മൾ കോമൺ എടുത്ത് ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ഇസഡ് എന്ന് വരും. എച്ച് ഓഫ് ഇസഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എച്ച് ഓഫ് ഇസഡ് ഈക്വൽ ടു വൈ ഓഫ് ഇസഡ് ഡിവൈഡ് ബൈ എക്സ് ഓഫ് ഇസഡ് ആണ്. അപ്പോൾ ഇതിന് ഈ എക്സ് ഓഫ് ഇസഡ് ഇവിടെ കൊണ്ടുവന്നു. ഇതിന് റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോഴത്തേക്ക് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.999 ഇസഡ് ഇൻവേഴ്സ് എന്ന് കിട്ടും. ഇതാണ് നമ്മളുടെ കറസ്പോണ്ടിങ് എന്ന് പറയുന്നത് എച്ച് ഓഫ് ഇസഡ്. ഇനി ഇതിൽ നിന്ന് എച്ച് എൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം അല്ലേ? എച്ച് എൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇൻവേഴ്സ് ഇസഡ് ട്രാൻസ്ഫോം എടുക്കണം. ഇൻവേഴ്സ് ഇസഡ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിനകത്ത് നമുക്കൊരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉണ്ട്. 1/1 മൈനസ് എ ഇസഡ് ഇൻവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ റൈസ് അതിൻ്റെ ട്രാൻസ്ഫോം എ റൈസ് ടു എൻ യു ഓഫ് എൻ ആണ്. ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ പ്രോപ്പർട്ടി ആണ്. ഇപ്പോൾ 1/1 മൈനസ് എ ഇസഡ് ഇൻവേഴ്സ് എന്ന് വെച്ചാൽ എ റൈസ് ടു എൻ യു ഓഫ് എൻ ആണ് അതിൻ്റെ ഇൻവേഴ്സ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം എ എന്ന് വെച്ചാൽ എന്ത് വരും? 0.999 അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഈ ട്രാൻസ്ഫോമിന് 0.999 ഹോൾ റൈസ് ടു എൻ യു ഓഫ് എൻ എഴുതാമല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ എച്ച് ഓഫ് എൻ എന്തായിട്ട് വരും? ഇതിൻ്റെ ഇൻവേഴ്സ് ഇസഡ് ട്രാൻസ്ഫോം എടുക്കുമ്പോഴത്തേക്ക് എച്ച് ഓഫ് ഇസഡിൻ്റെത് എച്ച് ഓഫ് എൻ ഈക്വൽ ടു ഈ ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിത് എഴുതിക്കൂടെ? ദാറ്റ് ഈസ് ഈക്വൽ ടു 0.999 ഹോൾ റൈസ് ടു എൻ യു ഓഫ് എൻ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്തു? ഈ എച്ച് ഓഫ് എൻ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? ഔട്ട്പുട്ട് നോയ്സ് പവർ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ഔട്ട്പുട്ട് നോയ്സ് പവർ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഔട്ട്പുട്ട് നോയ്സ് പവർ അതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? സിഗ്മ ഇ ഔട്ട്പുട്ട് സ്ക്വയർ ഈക്വൽ ടു സിഗ്മ ഇ സ്ക്വയർ സമ്മേഷൻ n ഈക്വൽസ് -∞ ടു ഇൻഫിനിറ്റി എച്ച് എൻ സ്ക്വയർ ആയിരുന്നു. ഓക്കെ, ഇനി നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്ത എച്ച് എൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ഇ സ്ക്വയർ സമ്മേഷൻ n ഈക്വൽസ് -∞ ടു ഇൻഫിനിറ്റി എച്ച് എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.999 ഹോൾ റൈസ് ടു എൻ യു ഓഫ് എൻ ആണ്. അതിൻ്റെ സ്ക്വയർ എടുക്കണം. ഓക്കെ, ഇവിടെ എന്താ ചെയ്ത്? ഈ എച്ച് എന്നിൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 0.999 ഹോൾ റൈസ് ടു എൻ യു എൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഇനി ഇതിനെ എങ്ങനെ എഴുതാം? ദറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ഇ സ്ക്വയർ സമ്മേഷൻ, ഇതിനകത്ത് യു എൻ ഉണ്ട്. നമുക്ക് യു എൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സ്റ്റെപ്പ് സിഗ്നൽ ആണ് അല്ലേ? സ്റ്റെപ്പ് സിഗ്നൽ ആണ് യു എൻ എന്ന് പറയുന്നത്. അപ്പോൾ യു എൻ്റെ വാല്യൂ ഈക്വൽ ടു 1 എവിടെ മാത്രമേ ഉള്ളൂ? എൻ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 മാത്രമേ ഉള്ളൂ. എൻ ലെസ് ദാൻ 0ക്ക് എൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. അപ്പോൾ ഇവിടുത്തെ സമ്മേഷൻ -∞ ആണ്. അപ്പോൾ യു എൻ്റെ വാല്യൂ എവിടെ മാത്രമേ ഉള്ളൂ? യു എന്ന് വെച്ചാൽ യൂണിറ്റ് സ്റ്റെപ്പിങ്ങിനാണ്. ഇപ്പോൾ n ഈക്വൽ ടു 0ക്ക് ഗ്രേറ്റർ ദാൻ വാല്യൂസിൽ മാത്രമേ യു എൻ ഉള്ളൂ. അപ്പോൾ ഇവിടെ സമ്മേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? -∞ ടു 0 എന്നുള്ളത് എൻ്റെ വാല്യൂ എന്താണ്? -∞ ടു 0 എന്താണ്? യു എൻ വാല്യൂ 0 ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഈ എന്നിൻ്റെ വേരിയേഷൻ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എഴുതാം. ഓക്കെ, കാരണം യു എൻ അവിടെ മാത്രമേ ഡിഫൈൻഡ് ആയിട്ടുള്ളൂ. അപ്പോൾ n ഈക്വൽ ടു 0 ടു n ഇവിടെ എന്ത് വരും? 0.999 ഹോൾ സ്ക്വയർ n വരും. ഇവിടെ യു എൻ്റെ വാല്യൂ എന്താണ്? ഈ റീജിയനിൽ അതിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ ഈ ഒരു സമ്മേഷൻ ഇങ്ങനെ ആയിട്ട് മാറും. മനസ്സിലായോ? സിഗ്മ ഇ സ്ക്വയർ ഇൻറ്റു സമ്മേഷൻ n ഈക്വൽ 0 ടു ഇൻഫിനിറ്റി വരും. കാരണം യു എൻ്റെ വാല്യൂ അവിടെ മാത്രമേ ഡിഫൈൻഡ് ആയിട്ടുള്ളൂ. അവിടെ അതിൻ്റെ വാല്യൂ 1 ആണ്. ഇവിടെ എന്ത് വരും? 0.999 ഹോൾ റൈസ് ടു 2n എന്ന് വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉണ്ട്. സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. അതായത് സമ്മേഷൻ n ഈക്വൽ 0 ടു ഇൻഫിനിറ്റി എ റൈസ് ടു n ആണെങ്കിൽ അതിൻ്റെ റിസൾട്ട് 1/1 മൈനസ് എ ആണ്. സമ്മേഷൻ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എ റൈസ് എൻ്റെ വാല്യൂ 1/1 മൈനസ് എ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം ഇതിന്? ദിസ് ഈസ് ഈക്വൽ ടു സിഗ്മ ഇ സ്ക്വയർ സമ്മേഷൻ n ഈക്വൽ 0 ടു ഇൻഫിനിറ്റി 0.999 ഹോൾ സ്ക്വയർ റൈസ് ടു എന്ന് എഴുതിക്കൂടെ? രണ്ട് സെയിം അല്ലേ?
ഇതിനാണെങ്കിൽ ഹോൾ സ്ക്വയർ റേസ് ടു എന്ന് എഴുതാം. അപ്പം ഇവിടെ ഇതിന് നമുക്ക് വേണമെങ്കിൽ എന്തെന്ന് കൊടുക്കാം, എ എന്ന് കൊടുക്കാം. ഓക്കെ, വേർ എ ഈക്വൽ ടു എന്ന് എഴുതി 0.999 സ്ക്വയർ എന്ന് എഴുതി. ഓക്കെ, ഇപ്പം ഇവിടെ എന്ത് വന്നു, സമ്മേഷൻ n ഈക്വൽ ടു 0 to infinity a റേസ് ടു എന്ന് വന്നില്ല. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ എഴുതാം, 1/1 - എന്ന് എഴുതാം. വേർ എ ഈക്വൽ ടു ഹിയർ എ ഈക്വൽ ടു 0.999 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഈ റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്യാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും, സിഗ്മ ഇ സ്ക്വയർ ഇൻറ്റു 1/1 - a. a ഈക്വൽ ടു 0.999 ഹോൾ സ്ക്വയർ. അപ്പോൾ ഈ റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും, 1 മൈനസ് 0.999 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് സിഗ്മ, ഇവിടെ ഔട്ട്പുട്ട് ആണ്, ഇ ഒ സ്ക്വയർ ഈക്വൽ ടു സിഗ്മ ഇ സ്ക്വയർ ഇൻറ്റു 1/1 - 0.999 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സിഗ്മ ഇ സ്ക്വയർ ഇൻറ്റു ഈ വാല്യൂ കിട്ടുന്നത് 500.25 എന്നാണ്. ഓക്കെ, 500.25 എന്നാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ കേസിൽ ഫസ്റ്റ് എച്ച് ഓഫ് ഇസഡ് ഫൈൻഡ് ഔട്ട് ചെയ്തു, അതിനുശേഷം എച്ച് എൻ ഫൈൻഡ് ഔട്ട് ചെയ്തു, ഈ എക്സ്പ്രഷനകത്ത് എച്ച് എൻ ഇട്ടു, അത് സിംപ്ലിഫൈ ചെയ്തു, നമുക്ക് എന്ത് കിട്ടി, സിഗ്മ ഇ ഒ സ്ക്വയർ ഈക്വൽ ടു സിഗ്മ ഇ സ്ക്വയർ ഇൻറ്റു 500.25 എന്ന് കിട്ടിയ വാല്യൂ. ഇനി ഇവിടെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് പവറാണ്. ഫോർ 8 ബിറ്റ്സിനും 16 ബിറ്റ്സിനും ഇടയ്ക്കുള്ള രണ്ടിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പവറാണ്, നമുക്ക് നോയ്സ് പവറാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അതിലിവിടെ ഓൾറെഡി പറയും സിഗ്മ ഇ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, 2 - 2b/12 ആണ്. ഓക്കെ, അപ്പോൾ ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതെന്ന് വെച്ചാൽ സിഗ്മ ഇ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്താണെന്ന് പറഞ്ഞാൽ 2 - 2b/12 ആണ്. ഓക്കെ, അപ്പം ഇനിയിപ്പം ബി ഫസ്റ്റ് കേസ് 1 എന്താ പറഞ്ഞിരിക്കുന്നത്, 8 ബിറ്റ് വരുന്ന കേസ്. ഓക്കെ, 8 ബിറ്റ് വരുന്ന കേസ്. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്രഷൻ എന്താ വരുന്നത്, സിഗ്മ ഈ ഔട്ട്പുട്ട് സ്ക്വയർ ഈക്വൽ ടു ഇതിന് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്, ദാറ്റ് ഈസ് 2 - 2b/12 ഇൻറ്റു 500.25 വരും. ഓക്കെ, ഇവിടെ നമുക്ക് ഫസ്റ്റ് 8 ബിറ്റിന്റെ കേസാണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ 8 ബിറ്റിന്റെ കേസിൽ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിയുടെ എക്സ്പ്രഷൻ b+1 ഈക്വൽ ടു n എന്നാണ്. ഓക്കെ, b+1 ഈക്വൽ ടു n. ഇവിടെ നമുക്ക് n എന്ന് പറയുന്നത് 8 ബിറ്റാണ്. സോ b+1 ഈക്വൽ ടു 8 എന്ന് വരും, b ഈക്വൽ ടു എന്ത് വരും, 7 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ബിക്ക് നമ്മൾ 7 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ എന്ത് കിട്ടും, 2 - 2 ഇൻറ്റു 7 ഹോൾ ഡിവൈഡ് ബൈ 12 ഇൻറ്റു 500.25 കിട്ടും. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കിട്ടുന്ന വാല്യൂ 2.544 ഇൻറ്റു 10⁻³ കിട്ടും. ഇതാണ് അതിൻ്റെ എറർ വരുന്നത്, ഔട്ട്പുട്ട് നോയ്സ് പവർ വരുന്നത് എന്താണ്, ഫോർ 8 ബിറ്റിൻ്റെ കേസിൽ ഇതാണ് വാല്യൂ വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്, നമ്മളിവിടെ ജനറൽ എക്സ്പ്രഷൻ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ഇതിനകത്ത് ബിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവിടെ b+1 ഈക്വൽ ടു ആണ് നമ്മളുടെ ഈ 8 എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് b7 കിട്ടും. ആ 7 വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് നോയ്സ് പവർ കിട്ടും. ഇനി സെക്കൻഡ് നമുക്ക് എന്താ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്, സെക്കൻഡ് 16 ബിറ്റിൻ്റെയാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് നോയ്സ് പവർ. അപ്പോൾ നേരത്തെ പോലെ തന്നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, b+1 ഈക്വൽ ടു 16 എഴുതാൻ പറ്റും. ബി ഈക്വൽ ടു എന്ത് കിട്ടും, 15 എന്ന് കിട്ടും. ഓക്കെ, നമ്മൾ ഔട്ട്പുട്ട് നോയ്സ് പവറിൻ്റെ ഇക്വേഷൻ എന്താ, സിഗ്മ ഇ ഒ സ്ക്വയർ ഈക്വൽ ടു 2 - 2. ഇവിടെ ബി എന്ത് കൊടുക്കണം, ബിയുടെ വാല്യൂ 15 കൊടുക്കണം. 15 ഇൻറ്റു എന്ത് വരും, 500.25 എന്ന് വരും. ഓക്കെ, ഡിവൈഡഡ് ബൈ 12 ഉണ്ട്, ഈ 12 വാല്യൂ ഉണ്ട്. അപ്പോൾ ഇവിടെ ബിക്ക് എന്ത് കൊടുത്തതേ ഉള്ളൂ, ആ 15 കൊടുത്തതേ ഉള്ളൂ. ഓക്കെ, സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന വാല്യൂ 3.882 ഇൻറ്റു 10⁻⁻8 ആണ്. ഓക്കെ, ഇതാണ് അതിൻ്റെ പവറിൻ്റെ വാല്യൂ വരുന്നത്. ഓക്കെ, ഈ ടൈപ്പ് പ്രോബ്ലം സ്ഥിരം ചോദിക്കാറുള്ളതാണ്, അതുകൊണ്ടാണ് ഇതെടുത്ത് സോൾവ് ചെയ്തത്. അപ്പോൾ ഒന്നെങ്കിൽ ഇതുപോലെ ഡിഫറൻസ് ഇക്വേഷൻ തരും, അല്ലെങ്കിൽ ഡയറക്റ്റ് സിസ്റ്റം ഫംഗ്ഷൻ ആയിരിക്കും തരുന്നത്. അപ്പോൾ അതിൽ നിന്ന് എച്ച് എൻ ഫൈൻഡ് ഔട്ട് ചെയ്യുക. എച്ച് എൻ ഫൈൻഡ് ഔട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു എക്സ്പ്രഷൻ ഓർത്തിരിക്കുക, സിഗ്മ ഇ സ്ക്വയർ എന്ന് വെച്ചാൽ അതിൻ്റെ വാല്യൂ റൗണ്ടിങ്ങിൻ്റെ കേസ് ആണെങ്കിലും ട്രങ്കേഷൻ്റെ കേസ് ആണെങ്കിലും 2 - 2b/12 ആണ്. അപ്പോൾ ഇവിടെ ഓരോ ബിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് തരും. അപ്പോൾ ഈ b+1 ഈക്വൽ ടു എന്നാന്നുള്ളത് ഓർത്തിരിക്കുക. അതിൽ നിന്ന് ബി ഫൈൻഡ് ഔട്ട് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് 8 ബിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കിട്ടും. അടുത്ത 16 ബിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുമ്പോഴത്തേക്ക് b+1 ഈക്വൽ ടു 16, സോ b ഈക്വൽ ടു 15.
15 കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ കിട്ടും. ഓക്കെ, ഒരു പ്രോബ്ലം ആണിത്. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. താങ്ക് യു. ബിടെക് മെഡിസിൻ.